ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ. നമുക്കറിയാം PSC എക്സാംസ് എല്ലാം ബേസ്ഡ് ആയിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പോൾ നമുക്കതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്താണെന്ന്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്നതാണ്. അതായത് വ്യാധികൾ പിടിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ഉള്ള ബേസിക് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്കതിലേക്ക് ഒന്ന് പോവാം. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. രോഗങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് രോഗങ്ങൾ. അപ്പോൾ ഈ രോഗങ്ങൾ തന്നെ പല ടൈപ്പുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു കോൾഡ് വന്നു അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ആൾക്കും കോൾഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പകരുന്ന രോഗമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പകരാത്ത രോഗങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്താ പറയുക, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, അടുത്തിരിക്കുന്ന ആൾക്കത് പകരില്ല. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് പകരാത്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. പകരാത്ത രോഗങ്ങളും പകരുന്ന രോഗങ്ങളും. പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ ബോക്സ് പകരുന്നൊരു രോഗമാണ്. പിന്നെ ഡെങ്കിപ്പനി പകരുന്നതാണ്. മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ, എയ്ഡ്സ് ഇതെല്ലാം എന്തെന്നാണ്? പകരുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ, എയ്ഡ്സ് ഇവയെല്ലാം പകരുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ഹൈപ്പർ ടെൻഷൻ അതായത് രക്താതി സമ്മർദ്ദം, അപസ്മാരം, ആസ്മ, ഗ്യാസ് ട്രബിൾ, മാനസിക രോഗങ്ങൾ, അൽഷിമേഴ്സ് ആൻഡ് ഫാറ്റി ലിവർ ഇതെല്ലാം എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത കുറവാണ്. അതായത് പകരില്ല. അങ്ങനെ രോഗങ്ങളാണ് ഈ പകരാത്ത രോഗങ്ങൾ. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി പനി ഒരു രോഗമല്ല, ഒട്ടേറെ രോഗങ്ങളുടെ ലക്ഷണമാണ്. പനി എന്ന് പറയുന്നത് അത് ഇറ്റ്സെൽഫ് ഒരു രോഗമല്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പനി പുറത്തേക്ക് കാണുക. അപ്പോൾ എന്താണ്? ശരീര താപനില 36.8 ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്ന അവസ്ഥയാണ് പനി. നമ്മളെപ്പോഴും പനി വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ എന്താ, 36.8 ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഒരു സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ താപനില എന്ന് പറയുന്നത് എന്താണ്? 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ കൂടുമ്പോൾ അതിനെ നമ്മൾ പനി എന്ന് പറയും. പനി വന്നാൽ പൂർണ്ണമായും വിശ്രമിക്കുകയും എളുപ്പം ദഹിക്കുന്ന ആഹാരം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. പനി വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പൂർണ്ണമായിട്ട് വിശ്രമിക്കുക, എളുപ്പമുള്ള ദഹിക്കുന്ന ആഹാരം അതായത് ഫ്രൂട്ട്സ് അതുപോലത്തെ എന്തെങ്കിലും കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഒരുപാട് വെള്ളം കുടിക്കുകയും വേണം. കാരണം എന്താ, നമ്മുടെ ബോഡി ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും പനിയൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുകയും വേണം. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെ എന്താണ് പറയുന്നത്? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഒരാളിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തിരുന്നാൽ അവരിൽ നിന്ന് നമുക്ക് പകരുന്ന രോഗങ്ങളെ എന്ത് പറയുന്നു? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നു. ഇനി എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. അതായത് ഒരു വലിയ ഏരിയയിലേക്ക് ഒരു രോഗം
എന്താ പറയുക വ്യാപിക്കുകയും നിരവധി ആൾക്കാരെ ബാധിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരിൽ സ്പ്രെഡ് ആവുകയും ചെയ്താൽ അതിന് നമ്മൾ എന്തു പറയും? മഹാമാരി എന്ന് പറയും, അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയും. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അപ്പോൾ ഈ അടുത്ത് നമ്മൾ അതിജീവിച്ച ഒരു മഹാമാരിയാണ് എന്ത്? COVID-19. നമുക്കറിയാം, നമ്മൾ വാക്സിനും ബാക്കിയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കാരണമാണ് നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മൾ മുമ്പ് എന്താ പറയുക അതിജീവിച്ചിട്ടുള്ള മഹാമാരികളാണ് ഏതൊക്കെ? വസൂരി, ക്ഷയം, പ്ലേഗ് ഒക്കെ. ഓക്കെ, ഇനി ഈ രോഗം ഉണ്ടാക്കുന്നത് ആരാണ്? അതായത് നമ്മൾക്ക് രോഗം വന്നു, അത് എന്തുകൊണ്ടാണ് രോഗം വന്നത്? നമുക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്താണ്? ആരാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ആരാണ്? രോഗകാരികൾ, അതായത് പാത്തോജൻസ്. ഈ പാത്തോജൻസ് കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? രോഗങ്ങൾ ഉണ്ടാവുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളാണിവ. അതായത് രോഗകാരികളായിട്ടുള്ള പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവയെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, അത്രയ്ക്ക് ചെറുതായിരിക്കും, സൂക്ഷ്മജീവികളായിരിക്കും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. മെയിനായിട്ട് പറയുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഇതൊക്കെ സൂക്ഷ്മജീവികളാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണ്. അപ്പോൾ ഇവ എന്താണ്? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? പാത്തോജൻസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് അത് കണ്ടു നോക്കുക. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെയുള്ളത് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പ് നമുക്കറിയാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? സൂക്ഷ്മജീവികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഒരു ബാക്ടീരിയയെ നമ്മൾ എടുത്തു വച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക, ഇങ്ങനെയാണ് അതിൻ്റെ പിക്ചർ കാണുക. വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറസാണ് നമ്മൾ എടുത്തു വച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതെങ്കിൽ അതിനെ ഇങ്ങനെയാണ് കാണുക. ഇനി സൂക്ഷ്മജീവികളെ പറ്റി, അതായത് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവികളുടെ വേറൊരു പേരാണ് മൈക്രോ ഓർഗാനിസം. അപ്പം എന്താണ്? എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. അതായത് എല്ലാ മൈക്രോ ഓർഗാനിസവും നമുക്ക് ഡിസീസസ് കോസ് ചെയ്യുന്നില്ല, അതായത് രോഗം വരുത്തുന്നില്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനവധി ബാക്ടീരിയകളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, ഈ മൈക്രോ ഓർഗാനിസംസ് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മൈക്രോ ഓർഗാനിസംസും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കില്ല, എല്ലാ സൂക്ഷ്മജീവികളും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കില്ല. എന്താണ്? നമ്മുടെ ആഹാരത്തിനും ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആഹാരം ദഹിക്കുന്നതിനും അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്നതിനൊക്കെ ഓരോരോ മൈക്രോ ഓർഗാനിസംസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉപകാരികളുമാണ്. ചിലത് എന്താണ്? നമുക്ക് രോഗങ്ങൾ വരുത്തുകയും ചെയ്യും. ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. അപ്പം നമുക്കറിയാം ദോശ ബാക്ടർ പുളിപ്പിക്കുന്നത് എന്താണ്? ചിലതരം ബാക്ടീരിയകളാണ്. അതിന് ബാക്ടീരിയകളുടെ സഹായം വേണം. ഇനി ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അതായത് ജൈവ അവശിഷ്ടങ്ങൾ, അതായത് ഇല അതുപോലെയുള്ള ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിൽ കടന്നിട്ട് എന്ത് ചെയ്യുന്നു? വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നത് എന്താണ്? ഈ ഫംഗസുകളും ബാക്ടീരിയകളുമാണ്. അപ്പം അതാവശ്യമാണ് അല്ലേ? സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബാക്ടീരിയ, ഫംഗസ് ഒക്കെയാണ്
നമ്മളുടെ ജൈവ അവശിഷ്ടങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, വിഘടിപ്പിക്കാൻ സഹായിച്ചിട്ട് മണ്ണിലേക്ക് അതിനെ ചേർക്കുന്നത് ബാക്ടീരിയയും ഫംഗസും ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്ടീരിയയെ പറ്റി പറഞ്ഞു. ബാക്ടീരിയ ദോശ ബാറ്റർ പുളിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു, അതുപോലെ തന്നെ അബ്സോർപ്ഷനും ഡൈജഷനും ഒക്കെ സഹായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ഫംഗസ്. ഇനി ഫംഗസുകളെ പറ്റി എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് പറയും, റൊട്ടിപ്പൂപ്പൽ. ഈ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫംഗസാണ്. വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ നമുക്കറിയാം, നനഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുമ്പോഴെല്ലാം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഈർപ്പത്തിൽ ഉണ്ടാവുന്നതാണ് എന്ത്? കരിമ്പൻ. അപ്പോൾ ഈ കരിമ്പൻ എന്ന് പറയുന്നതും ഒരു ഫംഗസാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അതായത് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ചില ഫംഗസുകളുണ്ട്. അതായത് രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയാണ്. അതായത് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആണ് ഈ 3 ടൈപ്പിലുള്ള ഫംഗസ് ആണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്നത്. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അതായത് ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൂൺ കാണാം അല്ലേ? കൂൺ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണമാക്കാവുന്ന ഒരു ഫംഗസ് ആണ്. അതുപോലെ തന്നെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഫംഗസുകൾ വരെ ഉണ്ട്. അപ്പോൾ ഈ കൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം, വിഷമുള്ള കൂണുകളുണ്ട്, അത് കഴിക്കാൻ പാടില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ ഭക്ഷണമാക്കുന്ന കൂണുകൾ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസ് എന്ന് പറയുന്ന ഒരു കിൻഡം. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫംഗസിൻ്റെ പിക്ചറാണ്, ജസ്റ്റ് നോക്കിയിരിക്കുക. ഇനി രോഗങ്ങൾ പകരുന്ന വഴിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഓരോ പ്രാണികളൊക്കെ വന്നിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രാണികൾ മറ്റു അഴുക്കുകളിലോ പോയി ഇരുന്നിട്ടാണ് നമ്മളുടെ ഫുഡിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പിക്ചറൈസ് ചെയ്തേക്കാണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ തടയുന്നതായിട്ട് ഒരു പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ ഓരോ രീതിയിലൂടെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. നമ്മുടെ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി തിരിച്ചതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് രോഗങ്ങളെ തടയുന്നത്. ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് രോഗങ്ങൾ. ഇനി രോഗാണുവാഹകർ. എന്താണ് രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ, അതായത് വെക്ടേഴ്സ്. അതായത് നമ്മളുടെ മൈക്രോ ഓർഗാനിസംസിന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ ആണ് വെക്ടേഴ്സ്. അതിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. അതായത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയവയാണ് നമ്മളുടെ ബോഡിയിലേക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിനെ എത്തിക്കാനുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത്. രോഗാണുവിനെ വഹിക്കുന്നവർ രോഗാണുവാഹകർ എന്ന് പറയും. ഇത് ഓർത്തിരിക്കുക. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയവയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇതുപോലെ തന്നെ അസുഖങ്ങൾ മനുഷ്യൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന പോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും നമുക്ക് കാണാം അല്ലേ? അപ്പോൾ പകർച്ചവ്യാധികൾ നമ്മൾ ചില പ്ലാന്റ്സിനെ കണ്ടിട്ടുണ്ട്, വാടിപ്പോയതും പിന്നെ അതിൽ ഓരോ പുള്ളികൾ വരിക, അങ്ങനത്തെ ഓരോ അവസ്ഥയിൽ നമ്മൾ ചില പ്ലാന്റ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്താണ്, ആ പ്ലാന്റ്സിന് ആ ഇലകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ
അതെന്തുകൊണ്ടാണ്? ഇത് പകർച്ചവ്യാധികൾ, അതായത് പകർച്ചവ്യാധികൾ സസ്യങ്ങളെയും ബാധിക്കും. ഈ പകർച്ചവ്യാധികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, അതായത് നെല്ലിനെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ത്? തവിട്ട് ഇലപ്പുള്ളി. തവിട്ട് നിറത്തിലുള്ള ഇലപ്പുള്ളികൾ നമുക്ക് നെല്ലിൽ കാണാൻ സാധിക്കും. അത് നെല്ലിൻ്റെ ഒരു പകർച്ചവ്യാധിയാണ്. പയറിലെ മൊസൈക്ക് രോഗം. പയറിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇലകൾ നശിച്ച പോലെ കാണാൻ സാധിക്കും. അതെന്താണ്? പയറിലെ മൊസൈക്ക് രോഗമാണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? തെങ്ങിലെ കൂമ്പ് ചീയൽ, അതായത് തെങ്ങിൻ്റെ കൂമ്പ് ചെയ്യുന്ന ഒരവസ്ഥ. അതൊരു പകർച്ചവ്യാധിയാണ്. സസ്യത്തെ ബാധിക്കുന്ന, തെങ്ങിനെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് കൂമ്പ് ചീയൽ. ഇനി രോഗകാരികളും. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ രോഗകാരികൾ, പാത്തോജൻസ് എന്ന് നമ്മൾ പറയും. ഇവ എന്ത് രോഗങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു ടേബിളിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമുക്കതൊന്ന് നോക്കാം. ബാക്ടീരിയ. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. അതായത് ബാക്ടീരിയ കാരണമൊക്കെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് തൊണ്ട വീങ്ങുക അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോസ് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ ഇതെല്ലാം കോസ് ചെയ്യുന്നത് എന്താണ്? ബാക്ടീരിയയാണ് ഇതെല്ലാം കോസ് ചെയ്യുന്നത്. അടുത്തതാണ് വൈറസ്. അടുത്തതായിട്ടുള്ള ഒരു പാത്തോജൻ എന്ന് പറയുന്നത് വൈറസ് ആണ്. അപ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതാണ് 3 എണ്ണം ഉള്ളത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അപ്പോൾ സെക്കൻഡ് വണ്ണ് വരുന്നത് വൈറസ് ആണ്. വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കോമൺ ആയിട്ട് ഇപ്പം തന്നെ അറിയാവുന്നതാണ് കോവിഡ്-19, പോളിയോമൈലൈറ്റിസ് നമുക്കറിയാം, പോളിയോ രോഗം, ആൻഡ് മുണ്ടിനീര്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം, പക്ഷിപ്പനി, 5-ാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. ഇതൊക്കെ കോസ് ചെയ്യുന്നത് എന്താണ്? വൈറസ് ആണ്. അപ്പോൾ വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസസ് ആണിത്. കോവിഡ്-19, പോളിയോമൈലൈറ്റിസ്, മുണ്ടിനീര്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ്. പക്ഷിപ്പനി, 5-ാം പനി, മീസിൽസ്, പേവിഷബാധ ആൻഡ് എയ്ഡ്സ് ഇതൊക്കെ വൈറസ് കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇനി ഫംഗസ് എന്ന് പറയുന്ന പാത്തോജൻ കോസ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? വട്ടച്ചൊറി ആൻഡ് കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ആസ്പെർജില്ലോസിസ്, അതായത് ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് ആസ്പെർജില്ലോസിസ്. അതായത് ഫംഗസ് കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിട്ട് പോവുക. അടുത്തതാണ് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. അതായത് ഈ മൈക്രോ ഓർഗാനിസം നമ്മൾ പറഞ്ഞു, ഈ സൂക്ഷ്മജീവികൾക്ക് ശരീരത്തിലേക്ക് കയറാനായിട്ടുള്ള ശരീരത്തിലേക്ക് കയറാനായിട്ട് സഹായിക്കുന്നതാണ് രോഗാണുവാഹകർ, അതായത് വെക്ടേഴ്സ്. ഈച്ച, കൊതുക് തുടങ്ങിയവയാണ്, എലിച്ചെള്ള് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഇവ എങ്ങനെയാണ്, ഈ സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്നതെന്നും ഉണ്ടാക്കുന്ന രോഗങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ടേബിളിൽ. നമുക്ക് നോക്കാം. ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധം എങ്ങനെയാണ്? മണ്ണും നമ്മുടെ ബോഡിയുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ്? വിരശല്യം, ടെറ്റനസ് ഒക്കെ നമുക്ക് മണ്ണിലൂടെ ഉണ്ടാവുന്നതാണ്. മണ്ണും ബോഡിയുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് വിരശല്യം, ടെറ്റനസ് എന്ന് പറയുന്ന രോഗങ്ങൾ. വായുവിലൂടെ നമുക്കറിയാം എയറിൻ്റെ കോണ്ടാക്റ്റ് മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട് പല അസുഖങ്ങളും. അപ്പം എയറിൻ്റെ കോണ്ടാക്റ്റ് കാരണം നമുക്ക് സൂക്ഷ്മജീവികൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കാണും. അപ്പോൾ അതുണ്ടാക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ഷയം അഥവാ ട്യൂബർക്കുലോസിസ്, മീസിൽസ്, ചിക്കൻ പോക്സ്, കോവിഡ്-19, ഇൻഫ്ലുവൻസ. അതായത് രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്,
COVID-19, ഇൻഫ്ലുവൻസ ഒക്കെയാണ് വായുവിലൂടെ നമുക്ക് പകരുന്ന അസുഖങ്ങൾ. അതുകൊണ്ടാണ് COVID-19 സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, മാസ്ക് ഒക്കെ ധരിച്ച് പുറത്തു പോവുക എന്ന് പറഞ്ഞിരുന്നത്. ക്ഷയം, മീസിൽസ്, ചിക്കൻ ബോക്സ്, COVID-19, ഇൻഫ്ലുവൻസ ഇതെല്ലാം എയറിൻ്റെ കോണ്ടാക്ട് കാരണം നമുക്കുണ്ടാവുന്ന അസുഖങ്ങളാണ്. ജലവും ഭക്ഷണവും വഴി, ജലവും അതായത് വാട്ടറും ഫുഡും വഴി നമുക്ക് രോഗാണുക്കൾ നമ്മളുടെ ബോഡിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ ഈ രോഗങ്ങളൊക്കെ ജലവും ഭക്ഷണവും വഴിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു വെക്ടേഴ്സിനെ പറ്റി പറഞ്ഞു നേരത്തെ അല്ലേ, രോഗാണുവാഹകരെ പറ്റി പറഞ്ഞു. ഈ രോഗാണുവാഹകരുണ്ടാക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഈ പാത്തോജൻസിനെ, രോഗകാരികളെ ക്യാരി ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിച്ചിട്ട് അത് കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക. കൊതുക് കോസ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, യെല്ലോ ഫീവർ, സിക്ക ഫീവർ. ഇങ്ങനെ ഉള്ള അസുഖങ്ങൾ കൊതുക് കാരണം ഉണ്ടാകുന്നതാണ്. ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ, സിക്ക ഫീവർ ഇവയെല്ലാം കൊതുക് കാരണം, കൊതുക് എന്ന് പറയുന്ന രോഗാണുവാഹകർ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അടുത്തതാണ് ഈച്ച ഒരു വെക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു. ഈച്ച കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറയൊക്കെ ഈച്ച കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. മനുഷ്യന് ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ. അങ്ങനെയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. അതായത് കുഷ്ഠം അഥവാ ട്യൂബർക്കുലോസിസ്, പിന്നെ ചെങ്കണ്ണ്, എയ്ഡ്സ് എന്ന് പറയുന്നതെല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യതയുള്ള രോഗങ്ങളാണ്. പക്ഷികൾ എന്താണ്? പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ്. അതായത് പക്ഷികൾ രോഗാണുവാഹകരാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? പക്ഷിപ്പനി അല്ലേ? പക്ഷിപ്പനി നമുക്കറിയാം, ഒരിടയ്ക്ക് കോഴിയുടെയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പക്ഷിപ്പനി ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിക്കൻ കഴിക്കരുത് എന്നുള്ള ഒരു ഇത് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? പക്ഷികൾ രോഗാണുവാഹകരായതുകൊണ്ടാണ് ഈ പക്ഷിപ്പനിയെല്ലാം അവർ കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസും പക്ഷികൾ രോഗാണുവാഹകരായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പിന്നെയുള്ളതാണ് ഓർണിത്തോസിസും എന്താണ്? പക്ഷികൾ രോഗാണുവാഹകരായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓർണിത്തോസിസ്. പിന്നെ എലിച്ചെള്ള് എന്നിവ കാരണം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, ടൈഫസ്. ഏതൊക്കെയാണ്? ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, ടൈഫസ്. ഇവയെല്ലാം എലിച്ചെള്ള് കാരണമൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനും ആനിമൽസിനും പകർച്ചവ്യാധികൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പകർച്ചവ്യാധികൾ ആനിമൽസിൽ എങ്ങനെയാണ്, അതായത് ജീവികളിൽ എങ്ങനെയാണ് ഈ പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷികളിൽ എന്ത് വരാം? രോഗം എന്താണ്? പക്ഷിപ്പനി വരാൻ സാധ്യതയുണ്ട് പക്ഷികൾക്ക് അല്ലേ? പശു, ആട് അവയ്ക്ക് എന്താണ്? ആന്ത്രാക്സ്. പശു, ആട് എന്നിവയ്ക്ക് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു രോഗമാണ് ആന്ത്രാക്സ്. നായ, പൂച്ച, നായ അവയ്ക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്ത്? പേവിഷബാധ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. കന്നുകാലികളിൽ എന്ത് കാണാം? കുളമ്പ് രോഗം നമുക്ക് കന്നുകാലികളിൽ കാണാൻ സാധിക്കും. ഇനി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ഇപ്പം നമ്മൾ ആനിമൽസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജീവികളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളാണ് പറഞ്ഞത്. ഇനി പറയുന്നത് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? തെങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞു.
കൂമ്പുചീയൽ എന്ന് പറയുന്ന രോഗമുള്ളത് തെങ്ങിനാണ്. നെല്ലിന് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, തവിട്ടിലപ്പുള്ളി എന്നുള്ള രോഗമുള്ളത് എന്തിനാണ്? നെല്ലിനാണ്. പയറുചെടിയിൽ എന്ത് കാണാം? മൊസൈക്ക് രോഗം കാണാം. എന്ത് കാണാം? മൊസൈക്ക് രോഗം കാണാം. വാഴയിൽ എന്ത് കാണാം? കുറുനാമ്പ് രോഗം, അതായത് കൂമ്പടപ്പ് എന്ന് പറയും. കുറുനാമ്പ് രോഗം, കൂമ്പടപ്പ് എന്ന് പറയും. ആ അസുഖമാണ് നമുക്ക് വാഴയിൽ കാണാൻ പറ്റുക. വാഴയിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണത്. തക്കാളിയിൽ എന്താണ് കാണുന്നത്? വാട്ടരോഗം കാണുന്നത് തക്കാളിയിലാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയുന്ന ആനിമൽസിലും പ്ലാന്റ്സിലും കാണുന്ന പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കാം. ഇനി നമ്മൾ ഈ രോഗത്തേക്ക് നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ രോഗപ്രതിരോധ ശേഷി വേണം അല്ലേ? അതായത് ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. നമുക്ക് ഈ രോഗത്തേക്ക് പ്രതിരോധിക്കണം. നമ്മുടെ ബോഡിക്ക് തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും. അതിനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിനുണ്ട്. ഇത് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതായത് സ്വാഭാവികമായും നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ട്. ഇതിനെ എന്ത് പറയുന്നു? നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതായത് എന്താണ്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആകണമെന്നില്ല. അത് ചില വ്യക്തികൾ നമുക്കറിയാം പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. ചില വ്യക്തികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല, ബോഡി കുറച്ച് സ്ട്രോങ് ആയിരിക്കും എന്ന് നമ്മൾ പറയും അല്ലേ? അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്തിരി സ്ട്രോങ് ആണെന്ന് പറയാം. അപ്പോൾ എല്ലാ വ്യക്തികളിലും ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആവണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അതായത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി ഇവയ്ക്കൊക്കെ നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ടല്ലേ? ഇവയ്ക്കൊക്കെ എന്താണ്? ചില പകർച്ചവ്യാധികൾക്കെതിരെ നമുക്ക് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവയ്ക്കൊക്കെ എതിരെ നമുക്ക് എന്ത് വേണം? വാക്സിൻ യൂസ് ചെയ്യുന്ന ഒരവസ്ഥ വരും. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ നമ്മുടെ ബോഡിക്ക് തന്നെ, ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ തടയാൻ പറ്റാത്ത രോഗങ്ങളാണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവ. അപ്പോൾ ഇവയെ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാക്സിനേഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതായത് ഇങ്ങനെ എടുക്കുന്ന വാക്സിൻസ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റീനെ എന്ത് പറയുന്നു? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അതായത് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ വസൂരിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. കാരണം ഈ വസൂരിക്കൊക്കെ നമ്മൾ പിന്നീട് വാക്സിൻസ് വികസിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ അവയൊക്കെ പ്രിവെൻറ്റ് ചെയ്തത്. ഇനി വാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ എന്താ പറയുക, ആർജിതമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിക്കുള്ളതാണ് വാക്സിനേഷൻസ്. അപ്പോൾ ഈ വാക്സിനേഷൻസിൽ മെയിനായിട്ട് കുറച്ച് വാക്സിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. BCG എന്ന് പറയുന്നത് എന്തിനുള്ള വാക്സിനാണ്? ബാസില്ലസ് കാൽമൈറ്റ് ഗ്വെറിൻ. അതായത് ബാസില്ലസ് കാൽമൈറ്റ് ഗ്വെറിൻ എന്ന് പറയുന്നത് BCG എന്ന വാക്സിൻ്റെ ഫുൾ ഫോമാണ്. ഇനി OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. OPV നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഈ പോളിയോ വരാതിരിക്കാനായിട്ട് എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. ഹെപ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിനാണ് ഹെപ് ബി. ഇനി ഫിബ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിയോ വാക്സിൻ തന്നെയാണ്, ഫ്രാക്ഷണൽ ഡോസ്. അതായത് FIPV എന്ന് പറയുന്നത് പോളിയോ വാക്സിനാണ്, ഫ്രാക്ഷണൽ ഡോസുള്ള പോളിയോ വാക്സിനാണ് FIPV. നെക്സ്റ്റ് ആണ് RVV. അതേതാണ്? RVV എന്താണ്? റോട്ടാ വൈറസ് വാക്സിൻ. അതായത് RVV ആണ് റോട്ടാ വൈറസിന് എതിരെയുള്ള വാക്സിൻ. RVV ആണ് റോട്ടാ വൈറസ് വാക്സിൻ. അടുത്തത് ഇങ്ങനെ ഓരോ പ്രായത്തിലും
ഏതൊക്കെ വാക്സിൻസ് ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞേക്കാണ്. ജനന സമയത്ത് ഏതൊക്കെ എടുക്കണം? OPV അതായത് പോളിയോ, ഓറൽ പോളിയോ വാക്സിൻ, BCG, ഹെബ് BCG, അതുപോലെ ഹെബ് എന്താണ്? ഹെപ്പറ്റൈറ്റിസിനുള്ള ഒരു വാക്സിനാണ്. OPV1, RVV, പെൻറ്റാവാലൻറ്റ് 1, FIPV1, PCV1 ഇവയൊക്കെ എന്താണ്? 6 ആഴ്ച പ്രായമുള്ളപ്പോൾ എടുക്കേണ്ടതാണ് ഈ വാക്സിനുകളെല്ലാം. OPV2, RVV2, പെൻറ്റാവാലൻറ്റ് 2 എന്നിവയൊക്കെയോ 10 ആഴ്ച പ്രായമുള്ളപ്പോൾ കുട്ടികളിൽ എടുക്കുന്ന വാക്സിൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വാക്സിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. OPV3, RVV3, പെൻറ്റാവാലൻറ്റ് 3, FIPV2, PCV2. അതായത് ഓരോ പാർട്ടുകളായിട്ടാണ്, ഓരോരോ ഡോസുകളായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ 14 ആഴ്ച പ്രായമുള്ളപ്പോൾ ഈ വാക്സിനുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിന് പറ്റിയ വാക്സിൻസ് നോട്ട് ചെയ്ത് വച്ചിരിക്കുക. അത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് നമ്മൾ എന്താ പറയുക, ബാക്കിയുള്ള കുറച്ച് വാക്സിൻസിൻ്റെ ഫുൾ ഫോമാണ് നോക്കുന്നത്. PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. അതായത് PCV എന്താണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR എന്താണ്? മീസിൽസ് റുബെല്ല വാക്സിൻ. അതായത് മീസിൽസിനെതിരെയുള്ള ഒരു വാക്സിനാണ് MR അല്ലെങ്കിൽ റുബെല്ല വാക്സിൻ. DPT എന്തിനുള്ളതാണ്? ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിനാണ് DPT. പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. അതായത് DPTയുടെ ഫുൾ ഫോം എന്താണ്? ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD എന്താ? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് TD. ഇതാണ് എന്താ പറയുക, 9 മാസം പ്രായമുള്ളപ്പോൾ കൊടുക്കുന്ന വാക്സിൻസ് ആണ്. MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ E, FIPV3 അല്ലേ? FIPVയുടെ 3ാമത്തെ ഡോസ് കൊടുക്കുന്നത് 9 മാസം പ്രായമുള്ളപ്പോഴാണ്. MR2 എവിടെയാണ്? മീസിൽസിൻ്റെ റുബെല്ല വാക്സിൻ. അതിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് 9 മാസം പ്രായമുള്ളപ്പോഴാണ്. 16 തുടങ്ങി 24 വരെ മാസം പ്രായമുള്ളപ്പോൾ MR2ൻ്റെ ഡോസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ OPV ബൂസ്റ്ററും 24 മാസം പ്രായമുള്ളപ്പോഴാണ് കൊടുക്കുക. DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. DPT ബൂസ്റ്റർ ആൻഡ് വിറ്റാമിൻ A2 കൊടുക്കുന്നു. അടുത്തത് 5 തുടങ്ങി 6 വയസ്സ് വരെ പ്രായമുള്ള സമയത്ത് എന്താണ് കൊടുക്കുന്നത്? DPT ബൂസ്റ്റർ 2 എന്നിവ കൊടുക്കുന്നു. ഇനി പിന്നെയുള്ളതാണ് TD1 നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. 10 വയസ്സിലെടുക്കുന്നതാണ് TD1. അതിൽ സെക്കൻഡ് ഡോസ് എപ്പോഴാണ്? 16 വയസ്സിലെടുക്കുന്നതാണ് TD2. അത്രയാണ് മെയിനായിട്ട് എടുക്കുന്ന വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രായത്തിലും എടുക്കുന്ന വാക്സിൻസിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക. ഇനി വാക്സിൻ്റെ പേരും അത് എന്ത് രോഗത്തിനുള്ളതാണെന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. BCG വാക്സിൻ എന്തിനുള്ളതാണ്? ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസിനുള്ളതാണ് BCG വാക്സിൻ. OPV എന്തിനുള്ളതാണ്? ഓറൽ പോളിയോ വാക്സിൻ അല്ലേ? ഓറൽ പോളിയോ വാക്സിൻ എന്തിനുള്ളതാണ്? അതിൻ്റെ പേര് തന്നെ ഉണ്ട്, പോളിയോ രോഗത്തിനുള്ളതാണ് OPV. ഹെപ്പറ്റൈറ്റിസ് ബി എന്തിനുള്ളതാണ്? മഞ്ഞപ്പിത്തം അല്ലേ? ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഉള്ളത് മഞ്ഞപ്പിത്തത്തിനാണ്. FIPV എന്തിനുള്ളതാണ്? അതും പോളിയോയ്ക്കുള്ളൊരു വാക്സിനാണ്. RVV എന്തിനുള്ളതാണ്? ഡയേറിയക്കെതിരെയുള്ള വാക്സിനാണ് RVV. PCV എന്താണ്? ഇതിൻ്റെ ഫുൾ ഫോം നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തു, അപ്പോൾ അത് നോക്കുക. PCV എന്താണ്? PCV എന്തിനുള്ളതാണ്? ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ അല്ലേ? PCV വാക്സിൻ എന്തിനുള്ളതാണ്? ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ ഇവയ്ക്കൊക്കെ ഉള്ളതാണ് PCV എന്ന് പറയുന്ന വാക്സിൻ. MR നമ്മൾ പറഞ്ഞു റുബെല്ല വാക്സിനാണ് അല്ലേ? മീസിൽസിനുള്ള റുബെല്ല വാക്സിനാണ്. മീസിൽസിനും റുബെല്ലയ്ക്കൊക്കെ ഉള്ള വാക്സിനാണ്. അപ്പോൾ രോഗം ഏതൊക്കെയാണ്? മീസിൽസ്, റുബെല്ല. അതായത് മീസിൽസ്, റുബെല്ല എന്നിവയ്ക്കുള്ള
വാക്സിനാണ് MR. DPT എന്താണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നിവയ്ക്കുള്ളതാണ് DPT. TD നമുക്കറിയാം എന്താണ്? ടെറ്റനസ്, ഡിഫ്തീരിയ അല്ലേ? TD എന്ന് പറയുന്നത് ടെറ്റനസ്, ഡിഫ്തീരിയ എന്നിവയ്ക്കുള്ള വാക്സിനാണ് TD. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള പോയിന്റ്സും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും ടേബിളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നോക്കിയിരിക്കുക. അടുത്തത് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്നല്ല, അല്ലാതെ തന്നെ 5th സ്റ്റാൻഡേർഡിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതും കൂടി നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് D ആണ്. ഒക്ടോബർ 4 മുതൽ 10 വരെ. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് വീക്ക് എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? അതായത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1969 ജൂലൈ 21 എന്നാണ്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. അടുത്തത് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റെറ്റിനയിലാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ആൻസർ വരുന്നത് B ആണ്. 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22 ആണ് ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അടുത്തത് ഒട്ടകപക്ഷിയുടെ അടയിരിപ്പ് കാലം. ഒട്ടകപക്ഷിയുടെ അടയിരിപ്പ് കാലം എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് A ആണ്. 42 ഡേയ്സ്. 42 ഡേയ്സ് ആണ് ഓസ്ട്രിച്ചിൻ്റെ ഹാച്ചിങ് ഡേയ്സ്. ഹാച്ചിങ് ഡേയ്സ് എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ എന്താണ്? 42 ദിവസമാണ് വരുന്നത്. അടുത്തത് അന്ധരെ സഹായിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം? അതായത് അന്ധരെ സഹായിക്കാനായിട്ട് നിലവിലുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് കെയിൻ, ടാക്സ്റ്റൈൽ വാച്ച് ആൻഡ് ബ്രെയിൻ ലിബി. സി എന്ന് പറയുന്നത് ഇവയല്ല. അപ്പോൾ ആൻസർ വരുന്നത് C ആണ്. ഇവയെല്ലാം എന്തിനുള്ളതാണ്? അന്ധരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളാണ്. പവിഴപ്പുറ്റ് വർഷമായി ആചരിച്ച വർഷങ്ങൾ. അതായത് പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ച വർഷങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് C ആണ്. 2008, 2010. 2008 തുടങ്ങി 2010 വരെയുള്ള സമയത്തെയാണ് പവിഴപ്പുറ്റ് വർഷമായിട്ട്, കോറൽ റീഫ് ഇയർ ആയിട്ട് ആചരിച്ചത്. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതേത്? അതായത് മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് A സാറ്റേൺ 5, B സാറ്റേൺ 3, C സാറ്റേൺ 4, D സാറ്റേൺ 6. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് A ആണ്. സാറ്റേൺ 5 ആണ് മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ല, പൊതുവെ PSCക്ക് ചോദിക്കാവുന്ന 5ാം തരത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന 5th ചാപ്റ്ററിലെ ബേസിക് സയൻസിൻ്റെ 2nd ചാപ്റ്റർ. അപ്പോൾ ഇതെല്ലാവരും ഇത് കണ്ടു പഠിക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതെല്ലാം ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ വി പ്രൊവൈഡ് ട്രെയിനിങ് ഫോർ കേരള PSC, ബാങ്കിങ്, SSC, റെയിൽവേ, 8 to 12 സ്കൂൾ ട്യൂഷൻ, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്, LLB ക്ലാസ്സസ് ആൻഡ് ഫിനിഷിംഗ് സ്കൂൾ.
ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെക്ഷൻസ്, എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, ടെസ്റ്റ് സീരീസ്, മന്ത്ലി ആൻഡ് വീക്ക്ലി ഉള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് ഉണ്ടാവും, ഇ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് താങ്ക് യു.